നിങ്ങൾ പോലീസുകാരെ പറ്റി ഒരു പാരഡി ഇറക്കി എന്ന് പറഞ്ഞിട്ടു. പോലീസുകാരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ പാട്ടുമായിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വരണം കേട്ടോ. തമാശക്കല്ലേ സാറേ, കാട് വിട്ടുകളാ. ആ തമാശക്ക് ഞങ്ങൾ കുനിച്ചീർത്തി 2 ഇടി വരും, അതും കൊണ്ടോട്ട് പോരെ. ഇവിടെ കുറെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത ആളാണ് കേട്ടോ. പക്ഷെ മനീഷ് എല്ലാ സ്ത്രീകളെയാണ് ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു. പിന്നെ സാറേ, ചിരികളൊക്കെ മതി പോറാ. ഇളിഞ്ഞ ചിരിയുടെ ഉടമയെ കണ്ടു, ലളിത ഗാന വിഭാഗത്തിൽ മിടുക്കൻ. Once upon a time, once upon a time, once upon a time, once upon a time. Hello, namaskaram, my dear viewers, and welcome to yet another scintillating episode of Once Upon a Time, Kalippanum Kandhariyum. അങ്ങനെ ഒരു പുതുപുത്തൻ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറെ സ്നേഹത്തോടെ നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് ഫസ്റ്റ് വെൽക്കം our ചീഫ് ജഡ്ജ്, the actor, director, comedian രമേശ് പിഷാരടി. നമ്മുടെ സ്പെഷ്യൽ സെലിബ്രിറ്റി ഗസ്റ്റ് ആൻഡ് ജഡ്ജ്, നമുക്ക് ഏവർക്കും വളരെയധികം പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം കലാഭവൻ പ്രചോദേട്ടൻ. നമ്മുടെ എപ്പിസോഡുകളിൽ അനാവശ്യമായ കൗണ്ടർ മോഷണങ്ങൾ നടക്കുന്നു എന്നൊരു പരാതിയെ തുടർന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ചേട്ടാ പേരെന്തായിരുന്നു? ചേട്ടനല്ല, അളിയൻ. സോറി സർ, പേര് പറയുന്നത് മറന്നുപോയി. പേരിലൊക്കെ എന്തിരിക്കുന്നു, ഒരു പേരങ്ങ് പറഞ്ഞാ പോരെ. ഇൻവൈറ്റ് ചെയ്യണല്ലോ, ക്ഷണിക്കണമല്ലോ. അല്ല, മനസ്സിലായി, ഓർമ്മ വന്നു. സ്വാഗതം ചെയ്യുന്നു കോൺസ്റ്റബിൾ ബിൻസി മാത്യു. വെൽക്കം മാഡം. അല്ല സർ, വെൽക്കം, സ്വാഗതം. മത്സരത്തിനായിട്ട് ദേ ഒരു കിഡിലൻ കാന്താരിയും ഒരു കിഡിലൻ കലിപ്പനും റെഡിയായി നിൽപ്പുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം കലിപ്പൻ മനീഷ് മണി ആൻഡ് കാന്താരി മഹേശ്വരി. സ്വാഗതം, സുസ്വാഗതം. മഹേശ്വരി ചേച്ചി കളറായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനെ ചുരിദാർ? ഞാൻ ചുരിദാർ ഉപയോഗിക്കാറുണ്ട്, പിന്നെ എപ്പോഴും സാരി അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്താ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ? എനിക്ക് ചുരിദാർ തന്നെയാണ്. ആണല്ലേ? ഓക്കെ, പൊളിച്ച്, അടിപൊളി. ഹലോ, നമസ്കാരം. എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കുറെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത ആളാണ് കേട്ടോ. മനീഷ് മണി ഇവിടെ വന്ന് പങ്കെടുത്തിട്ട് പ്രാവിനെ വളർത്തുന്ന പോലെയാ മനീഷ് മണീനെ. നമ്മൾ ഒരു പ്രാവിനെ മേടിച്ചു കൊടുത്ത് ഈ പ്രാവ് പുറത്തു പോയിട്ട് വേറെ പ്രാവുകളെ വിളിച്ചോണ്ട് നമ്മൾ വെട്ടി വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ അവിടെ ഒരു മിലിറ്ററിക്കാരനുണ്ടായിരുന്നു. അയാൾ എന്താ വെച്ചാൽ ഇയാൾക്ക് കോട്ട കിട്ടുന്ന കുപ്പി കിട്ടുമല്ലോ. ഈ കുപ്പി ഇയാളുടെ നാട്ടില് വീട്ടിലെത്തിയിട്ടുണ്ടെന്നും ഇത് മേടിക്കാൻ ആള് വരണമെന്നൊക്കെ എങ്ങനെ പറഞ്ഞു കിടക്കാൻ പറ്റില്ല. ഇച്ചിരി പ്രൗഢിയുള്ളൊരു വീട്ടുകാരനാണ്. അപ്പൊ അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള വേറൊരാളുണ്ട് ആ നാട്ടിൽ കവലെ പോയിരിക്കുന്നത്. അയാളെ വിളിച്ച് 2 സ്മോൾ കൊടുത്തിട്ട് 1-ാം തീയതി ജംഗ്ഷനിലേക്ക് വിടും. ഇയാൾ അവിടെ ചെന്ന് അടിച്ചിട്ട് ഇങ്ങനെ മണത്ത് കിടക്കുമ്പോൾ കുടിച്ചിട്ടുണ്ടോ, സാധനം എവിടുന്ന് കിട്ടി, ഇന്നയാളുടെ വീട്ടിലുണ്ടല്ലോ. അങ്ങനെയാണ് പ്രൊമോഷൻ വിടുന്നത്. എന്ന് പറഞ്ഞാല് മനീഷ് മണി ഒരു സ്റ്റാൻഡപ്പ് ചെയ്തിട്ട് പോവും, ഒരു 8 പേരെ ഇങ്ങോട്ട് പറഞ്ഞു വിടും. നമുക്ക് ഈ ഫ്ലോറിനോട് ഭയങ്കര ഡെഡിക്കേഷൻ ആണ്. അപ്പൊ നമ്മളിലും ഒരു പ്രസൻസും വൈബും കൊടുത്തോണ്ടിരിക്കുക. നല്ല കാര്യമല്ലേ? നല്ല കാര്യം. അല്ല, നിങ്ങൾക്ക് മറ്റേ പരിപാടി ഉണ്ടോ? എന്ത് ഈ ബ്ലാക്കിലെ മദ്യം വിൽക്കുന്ന പരിപാടി ഉണ്ടെന്നോ? അല്ല, അത് വേറൊരു കഥ പറഞ്ഞ സാറേ. അതെ, ബ്ലാക്കിലല്ല, അത് മിലിറ്ററി കോട്ട കിട്ടുന്ന മദ്യം. മനീഷ് മണിക്ക് അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. മനീഷ് മണി ആരെയൊക്കെയാണ് ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്ത് വിട്ടത്? സുഷ്മിത ദേവി ചേച്ചി, രാജമ്മ ചേച്ചി, പിന്നെ ജയശ്രീ ചേച്ചി. അടിപൊളി. ഇവര് 3 പേരും കിടിലങ്ങളാണ്. നല്ല കാര്യം കേട്ടോ. അവരെ സംബന്ധിച്ച് അവർക്ക് നല്ല വേദി അവസരം ലഭിക്കുന്നു. ഇപ്പൊ എല്ലാവരും മറ്റേ ഉദ്ഘാടനങ്ങൾ അടക്കം വളരെ ബിസി ആയിക്കൊണ്ടിരിക്കുന്നു. ചിലരൊരു നാട്ടിലെത്തിയിട്ട് രക്ഷപ്പെട്ടാ പിന്നെ ബാക്കിയുള്ളവർ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി നോക്കുമല്ലോ. ശ്രമിക്കാറുണ്ട്. നിങ്ങൾ ഈ ഗൾഫിൽ പോയവരോട്, മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ UK പോയിട്ടുള്ള ചില സുഹൃത്തുക്കളോട് ഇവിടെ ഒരു കൂട്ടുകാര് അവിടെ എങ്ങനെ ഉണ്ടാ, അയ്യോ ഇങ്ങോട്ടെങ്ങും വരണ്ട കേട്ടോ, ഇവിടെയൊക്കെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ആരും വരാതിരിക്കാൻ ശ്രമിക്കും കുറെ ആൾക്കാര്. പക്ഷെ മനീഷ് അങ്ങനെയല്ല. പക്ഷെ മനീഷ് എല്ലാ സ്ത്രീകളെയാണ് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനീഷ് അത് അറിയണം. ഇല്ല, എന്ന് വെച്ചാല് ഞാൻ എപ്പോഴും ഈ സ്ത്രീ സംവരണം, നിങ്ങൾ തന്നെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സീസൺ തന്നെ ലേഡീസ് ഡെഡിക്കേറ്റ് ചെയ്തില്ല. ആ സമയത്ത് ആണുങ്ങളെ ഇങ്ങോട്ട് വിടാൻ പറ്റും? നമ്മളെ പോലെ തന്നെ അതിനു മുമ്പ് 3 സീസൺ ആണുങ്ങൾക്ക് വേണ്ടി ചെയ്തപ്പോ നീ എന്ത് ആരും വിടാഞ്ഞേ? അതിനു മുമ്പ് ഇവിടെ 2-3 സീസൺ ആണുങ്ങളെ വെച്ച് നടന്നല്ലോ. അപ്പൊ നിനക്കൊരു 3 ആണുങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിടരുതോ? ഞാൻ ആദ്യം നിലത്തേക്കണ്ടേ, എന്നിട്ടുണ്ട് വേറെ ആൾക്കാർ. അല്ല, പിന്നെ മനീഷിന് പേടിയും കാണും. കാര്യം വേറെ ഇപ്പൊ ആണുങ്ങളോട് പറഞ്ഞ് ഇവിടെ വന്നൊരു സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ അവര് നേരെ മനീഷ് നേരെ മെക്കിട്ട് കയറും. പെണ്ണുങ്ങളാണെങ്കിൽ ആ വിഷയം ഇല്ലല്ലോ, ഒന്നുമില്ല, പറഞ്ഞ ഒഴിവായി പോകാം. അതുകൊണ്ട് അല്ലേ? നിങ്ങൾക്ക് ആൾക്കാരെ വേണമെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞ പ്രതികളുടെ ലിസ്റ്റ് ഞാൻ തരാം.
എന്തിന്? ഇവിടെ പ്രതികളല്ലല്ലോ വേണ്ടേ, കോമഡിക്കാര് വേണ്ടേ? ആ കോമഡിക്കാരാണല്ലേ. ആളെ വേണം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ച് പ്രതികൾ മതിയായിരിക്കുന്നു. ഓക്കെ, മനീഷിന് ജോലി കിട്ടിയത് എങ്ങനെ? പ്രൈവറ്റ് ജോബ് ആണോ, PSC വഴിയാണോ? PSC ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട് അല്ലേ? എന്നാൽ ഈ വേദിയിൽ നമ്മൾ അതിനും ഒരു അവസരം കൊടുക്കുന്നുണ്ട്. യെസ്, PSC, that is Parody Song Challenge. അപ്പോൾ നമ്മുടെ ആ ഒരു മച്ച് അവൈറ്റഡ് സെഗ്മെന്റിലേക്ക് ക്ഷണിക്കുന്നു K7 മാമൻ.